കോതമംഗലം വെളിയച്ചാലിൽ താമസിക്കുന്ന അഡ്വക്കേറ്റ് ജോബി സെബാസ്റ്റ്യന്റെ 15 ഏക്കർ പുരയിടമാണ് ഈ കാണുന്നത്. നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ജോബിയുടെ പരീക്ഷണശാലയാണിത്. കൃഷിക്ക് സഹായകരമായ നിരവധി കണ്ടുപിടുത്തങ്ങളാണ് ഈ പരീക്ഷണശാലയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. വാനില, കുരുമുളക്, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയവ നൂതന രീതിയിൽ വളർത്തിയെടുക്കാൻ PFP പോസ്റ്റുകൾ നിർമ്മിച്ചത് കാർഷിക മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടായി. PFP പോസ്റ്റുകളിൽ വളരുന്ന വാനില ചെടിയുടെ സംരക്ഷണവും പോളിനേഷൻ രീതികളെക്കുറിച്ചും നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഞാൻ അഡ്വക്കേറ്റ് ജോബി സെബാസ്റ്റ്യൻ, കോതമംഗലത്ത് വെളിയിച്ചാൽ എന്ന സ്ഥലത്ത് വിർഗോ ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിൻ്റെ MD ആണ്. കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് ദേശീയ തലത്തിലും അതുപോലെ സംസ്ഥാന തലത്തിലൊക്കെ അവാർഡുകൾ ലഭിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിന്നിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് വാനിലയെ പറ്റിയാണ്. വാനില കൃഷി തൽക്കാലം എല്ലാവരും ഉപേക്ഷിച്ച മട്ടാണ്. ഏകദേശം 2000-ൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ ഇത് വളരെ വ്യാപകമായിട്ട് ചെയ്തു തുടങ്ങിയതാണ്. പിന്നീട് ആ സമയത്ത് നല്ല കണ്ടമാനം വിലയുണ്ടായിരുന്നു. ആ നല്ല വില പോയതിന് ശേഷം പിന്നെ എല്ലാവരും ഈ കൃഷി ഉപേക്ഷിച്ചു. പിന്നെ അതിനിടയ്ക്ക് കുറേ അസുഖങ്ങൾ വന്നു, അതങ്ങനെ പോയി. പക്ഷേ എങ്കിലും ഞാനതങ്ങ് തീർത്ത് അന്യം നിന്ന് പോരുന്നതും കൊണ്ട് കുറച്ച് ചെടികൾ നിർത്തി അങ്ങനെ 1-2 പരീക്ഷണങ്ങൾ നടത്തി. ആ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പ്രത്യേക സൈസ് പോസ്റ്റ് ഡെവലപ്പ് ചെയ്തു. അതായത് പെർക്കുലേറ്റർ ഫെർട്ടിഗേഷൻ പോസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അതായത് നമ്മൾ ഇത് സുഷിരങ്ങളുള്ള പോസ്റ്റാണ് മുഴുവൻ. അതായത് പോറസ് കോൺക്രീറ്റിൽ ആണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ഫാക്ടറിയിൽ തന്നെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ലോകത്ത് ആദ്യമായിട്ടാണ്. വേറെ ഒരിടത്തും ഈവൻ വിയറ്റ്നാമിൽ പോലും ഒരു സംഭവമില്ല. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് മുഴുവൻ നമ്മൾ ചാണകപ്പൊടി വളമെല്ലാം നിറയ്ക്കും. ചുവട്ടിൽ നിന്ന് നമ്മൾ സാധാരണ നടുന്ന പോലെ വാനിലയോ അതുപോലെ തന്നെ കുരുമുളകോ ഡ്രാഗണോ ഒക്കെ നട്ടു കൊടുക്കാം. ഇതുപോലുള്ള ക്രീപ്പേഴ്സൊക്കെ നട്ടു കൊടുക്കാം. ഇത് നമ്മളിത് ഈ പോസ്റ്റെ ചേർത്ത് കെട്ടിയതിന് ശേഷം ഇത് വളർന്നു വരുമ്പോൾ ഇതിൻ്റെ വേരുകൾ ഈ സുഷിരങ്ങളിൽ കൂടെ അകത്തേക്ക് പോയി വെള്ളവും വളവും ഒക്കെ ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കും. അതുപോലെ തന്നെ ഇത് നമ്മൾ നനച്ചു കൊടുക്കുമ്പോഴും മഴ പെയ്യുമ്പോഴും ഇതിൻ്റെ അകത്ത് നിന്ന് ഈ പുറത്തോട്ട് ഈ വെള്ളവും ഈ ന്യൂട്രിയൻസും ഒക്കെ പുറത്തേക്ക് വരും. അപ്പോൾ ഈ വേരുകൾക്ക് വളരെ എളുപ്പം എടുക്കാൻ പറ്റും. ഓരോ മുട്ടിലെ വേരുകൾക്കും പെട്ടെന്ന് വളർച്ച കൂടുതൽ കിട്ടത്തക്ക രീതിയിൽ ഇതിന് ന്യൂട്രിയൻസ് എടുക്കാൻ സാധിക്കും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പരുക്കൻ പ്രതലമാണ്. ഇതിൻ്റെ പുറത്ത് നമുക്ക് ചാണക സ്ലറിയൊക്കെ നമുക്ക് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളർന്നു വരുമ്പം ഇതിൻ്റെ ഓരോ വേരുകൾക്കും പെട്ടെന്ന് വളമെടുക്കാനുള്ള സൗകര്യവും അതുപോലെ അകത്തേക്ക് പോകാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ലോകത്ത് ആദ്യമായിട്ട് ചെയ്യുന്നൊരു ഉണ്ടാക്കിയൊരു കണ്ടുപിടുത്തമാണിത്. ഇത് വിർഗോ ഇൻഡസ്ട്രീസ് എന്ന് ഞങ്ങളുടെ കോതമംഗലത്തുള്ള വെളിയിച്ചാലുള്ള സ്ഥാപനത്തിൽ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തതാണ്. വർഷങ്ങളെടുത്ത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കുരുമുളകിനും ഡ്രാഗണ്, വാനില ഇതുപോലെ എല്ലാത്തിനും അത് കുരുമുളകൊക്കെ നമുക്ക് ഹൈറ്റ് കൂടുതൽ വേണം. ഡ്രാഗൺ ആകുമ്പോൾ നമുക്കൊരു ഈ ഡ്രാഗണും അതുപോലെ തന്നെ നമുക്ക് വാനിലയ്ക്കൊക്കെ ഒരു ഭൂമിയിൽ നിന്നൊരു ഏകദേശം ഒരു 5 അടി താഴെ ഹൈറ്റ് മതിയാവും. പിന്നെ ഈ വാനില എന്ന് പറയുന്നത് ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതിന് പുഷ്പിക്കും. അത് പുഷ്പിക്കുന്ന ഏകദേശം ഒരു ഡിസംബർ ടു മാർച്ച് വരെയാണ് പുഷ്പിക്കുന്ന സമയം. പക്ഷേ ഇതിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് നമുക്ക് കായ്ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ബീൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലവർ നമ്മൾ ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കണം. അല്ലാതെ ഇതിന് പോളിനേറ്റ് ചെയ്യാൻ തന്നെ ഇതിന് സെൽഫ് പോളിനേഷൻ പറ്റത്തില്ല. ഇതിന് സ്വയം പരാഗണം സാധിക്കത്തില്ല. ഇത് സാധിക്കുന്ന ചില രാജ്യങ്ങൾ, മെക്സിക്കോയിലൊക്കെ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ അവിടെ എന്തോ ഒരു ബേർഡോ എന്തോ പ്രാണിയുണ്ട്, അതാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കിവിടെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഹാൻഡ് പോളിനേഷൻ ചെയ്താൽ മാത്രമേ ഇതിന് കായ്കൾ ഉണ്ടാവുള്ളൂ.